വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത് ധ്യാൻ ശ്രീനിവാസൻ, പ്രണവ് മോഹൻലാൽ, അജു വർഗീസ്, ബേസിൽ ജോസഫ്, കല്യാണി പ്രിയദർശൻ തുടങ്ങിയവർ അഭിനയിച്ച വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയെക്കുറിച്ചാണ് ഇന്ന്. സിനിമയ്ക്കുള്ളിലെ സിനിമ എന്ന വിഷയം അവതരിപ്പിച്ച് ഫലിപ്പിക്കാൻ പ്രയാസമാണ്. ഓഫ് കോഴ്സ് ഉദയനാട് താരം പോലെയുള്ള ഗംഭീര ഹിറ്റുകൾ ഉണ്ടായിട്ടുണ്ട്. എങ്കിലും സാധാരണ പ്രേക്ഷകർക്ക് അത് കൺവിൻസിംഗ് ആക്കാനായിട്ട്, കണക്ട് ആക്കാനായിട്ട് കുറച്ചു പാടാണ്. അതിൽ വർഷങ്ങൾക്ക് ശേഷം വിജയിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. സിനിമയിൽ അവസരം തേടി കോടമ്പാക്കത്തെത്തിയ വേണുവും മുരളിയും തമ്മിലുള്ള ബ്രൊമാൻസ് ആണ് ഈ സിനിമയുടെ കാതൽ. അവർ തമ്മിലുള്ള സൗഹൃദവും അവർക്ക് സിനിമയോടുള്ള പ്രണയവും ഒക്കെ കൊണ്ട് ചിലയിടങ്ങളിൽ വളരെ ഇമോഷണൽ ആയിട്ട്, ടച്ചിങ് ആയിട്ട് വന്നിട്ടുള്ളതാണ് പടത്തിന്റെ ആദ്യത്തെ പോസിറ്റീവായിട്ട് പറയാനുള്ളത്. ഒരു പാട്ടാണെങ്കിലും ഒരു ചെറുകഥയാണെങ്കിലും വരച്ച ഒരേ ഒരു ചിത്രമാണെങ്കിലും അത് അതിന്റെ സൃഷ്ടാവിന്റെ കുഞ്ഞു തന്നെയാണെന്ന കാര്യം അവതരിപ്പിച്ച രീതിയും എനിക്കേറെ ഇഷ്ടപ്പെട്ടു. അതുപോലെ പ്രായമായ ഫിലിം മേക്കേഴ്സിനോട് പുതുതലമുറയ്ക്കുള്ള പുച്ഛം കാണിച്ചതും ഇഷ്ടപ്പെട്ടു. കാസ്റ്റിംഗ് ആണ് മറ്റൊരു പോസിറ്റീവായിട്ട് പറയാനുള്ളത്. ചെറിയ റോളിൽ പോലും പ്രമുഖ താരങ്ങൾ വരുന്നത് ചിത്രത്തെ കൂടുതൽ കളറാക്കുന്നുണ്ട്. ധ്യാൻ ശ്രീനിവാസനാണ് ഈ സിനിമയുടെ ആത്മാവ് എന്ന് തന്നെ പറയാം. മാസം തോറും ഇറങ്ങുന്ന ധ്യാനിന്റെ കഴമ്പില്ലാത്ത കുറെ പടങ്ങൾക്കിടെ ആസാൻ ആക്ടർ അദ്ദേഹത്തിന് കിട്ടിയ കാമ്പുള്ള വേഷമാണ് വേണു. അത് അദ്ദേഹം ഗംഭീരമായിട്ട് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു വേഷത്തിനും പടത്തിനും ചേട്ടൻ വിനീത് തന്നെ വരേണ്ടി വന്നു എന്നുള്ളതാണ് സത്യം. എനിവേ, ഒരു നല്ല നടൻ എന്ന നിലയിൽ ഈ സിനിമയിലൂടെ ധ്യാൻ കഴിവ് കൂടുതൽ തെളിയിച്ചു എന്ന് തന്നെ പറയാം. പ്രണവിന്റെ മുരളി ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അത്യാവശ്യം നന്നായിട്ട് തന്നെ പ്രണവ് അത് ചെയ്തു വെച്ചിട്ടുണ്ട്, പ്രത്യേകിച്ച് യൗവനകാലത്തെ ഭാഗങ്ങളൊക്കെ. എന്നാൽ പ്രായമായി വരുമ്പോഴുള്ള ഗെറ്റപ്പും ഡയലോഗ് ഡെലിവറിയും അത്ര കൺവിൻസിംഗ് ആയിട്ട് തോന്നിയില്ല. പലപ്പോഴും ഹൃദയത്തിന്റെ ഒരു ബാക്കി പത്രമായിട്ട് തോന്നി പ്രണവിന്റെ ഈ പടത്തിലെ പ്രകടനം. പലയിടങ്ങളിലും വിന്റേജ് മോഹൻലാൽ വൈബും മനഃപൂർവ്വം കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് പോലെ തോന്നി. സത്യത്തിൽ അതിന്റെ ഒരു ആവശ്യമില്ല. പ്രണവായിട്ട് തന്നെ വരുന്നതായിരിക്കും നല്ലത്. നിവിൻ പോളിയുടെ 15 മിനിറ്റ് ആണ് ഈ പടത്തിനെ ഇലവേറ്റ് ചെയ്യുന്നതെന്ന് പറയാം. അത്രയും ഭാഗം വേറൊരു പടം കണ്ട പോലെയുള്ള ഒരു പ്രതീതിയായിരുന്നു. നിവിൻ ഇങ്ങനെ ഫുൾ സ്വിംഗിൽ വന്ന പടം. സെൽഫ് ട്രോളും തമാശകളും ഒക്കെ ആയിട്ട് നിതിൻ മോളി എന്ന കഥാപാത്രം വരുമ്പോഴാണ് പടം ഒന്ന് കളറാകുന്നത്. തന്നെ കളിയാക്കിയ പ്രേക്ഷകരെ തന്നെ പട്ടികളെ എന്ന് വിളിച്ച് ഒരു സിനിമയിലൂടെ മറുപടി കൊടുത്ത് അവരെ കൊണ്ട് തന്നെ അതിന് കയ്യടി വാങ്ങിപ്പിച്ച ഒരേ ഒരു നടനായിരിക്കും നിവിൻ. സെൽഫ് ട്രോള് മാത്രമല്ല, താരമക്കളും സുഹൃത്തുക്കളും ചേർന്ന് ഒരുക്കിയ ഒരു സിനിമയിൽ നെപ്പോട്ടിസത്തെക്കുറിച്ചും കോക്കസിനെ കുറിച്ചും ഒക്കെ ഉറക്ക വിളിച്ചു പറഞ്ഞ കൗതുകവും എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ അവിടെയും ചിരിച്ചു മറിയാനുള്ളതൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. അല്ലെങ്കിൽ പടത്തിൽ മൊത്തത്തിൽ അങ്ങനെ ചിരിച്ചു മറിയാനുള്ള കോമഡി ഒന്നുമില്ല. അജു വർഗീസിന്റെ നിർമ്മാതാവ് ക്യാരക്ടേഴ്സ്, അതുപോലെ അസിസ്റ്റന്റ് ഡയറക്ടർ പ്രദീപായിട്ട് വന്ന ബേസിൽ ജോസഫ്, ഇവർ രണ്ടുപേരും നന്നായിട്ടുണ്ടായിരുന്നു. അതുപോലെ നീത പിള്ള, ഷാൻ റഹ്മാൻ എന്നിവരുടെ ആ ഒരു കോമഡി ട്രാക്ക് അത് രസമുണ്ടായിരുന്നു. കല്യാണി പ്രിയദർശന്റെ കഥാപാത്രത്തിന് കാര്യമായിട്ടൊന്നും പടത്ത് ചെയ്യാനില്ല. രവിയാണ് ഡബ് ചെയ്തിരിക്കുന്നത്. ശബ്ദം ഒട്ടും തന്നെ ചേരുന്നുണ്ടായിരുന്നില്ല. അതുപോലെ കല്യാണിയും പ്രണവും തമ്മിലുള്ള പ്രണയവും അത്ര രസകരമായിട്ട് വന്നിട്ടില്ല. വിനീത് ശ്രീനിവാസൻ, നീരജ് മാധവ്, വൈജി മഹേന്ദ്രൻ, ദീപക് പറമ്പോൾ, അർജുൻ ലാൽ, ഭഗത് മാനുവൽ, കൃഷ്ണചന്ദ്രൻ എന്നിങ്ങനെ ഒരു വമ്പൻ താരനിര തന്നെ പടത്തിലുണ്ട്. ആക്ച്വലി വിനീതിന്റെ എല്ലാ സുഹൃത്തുക്കൾക്കും ഒരു അവസരം എന്ന നിലയിൽ കൊണ്ടുവന്നതാണെന്ന് തോന്നി. വിശ്വജിത്തിന്റെ ഛായാഗ്രഹണവും രഞ്ജൻ പ്രമോദിന്റെ എഡിറ്റിംഗും കൊള്ളാം. ഒരു മ്യൂസിക്കൽ ഫിലിം ആയതുകൊണ്ട് തന്നെ സംഗീതത്തിന് വലിയ പ്രാധാന്യമുള്ള സിനിമയാണ്. ഗായിക ബോംബെ ജയശ്രീയുടെ മകൻ അമൃത് രാമനാഥാണ് സംഗീത സംവിധായകൻ. പാട്ടുകളിൽ ജ്ഞാപകം വരുന്നത്, അതുപോലെ ജീവിതഗാഥകളെ എന്നിവയാണ് നല്ലതായിട്ട് തോന്നിയത്. അതിനപ്പുറം വലിയ പുതുമയുള്ള സംഗീതമായൊന്നും അനുഭവപ്പെട്ടിട്ടില്ല. സത്യത്തിൽ ഹൃദയത്തിനേക്കാൾ സംഗീതത്തിന് സ്കോപ്പുള്ള സിനിമയായിരുന്നു ഇത്. പക്ഷെ പാട്ടുകൾ ബിലോ ആവറേജ് ആയിട്ട് ഒതുങ്ങി എന്ന് പറയാം. ഇനി നെഗറ്റീവ്സ് പറയുകയാണെങ്കിൽ സ്ക്രിപ്റ്റിലെ ഫോക്കസ് ഇല്ലായ്മയാണ് പ്രധാന പ്രശ്നം. ഒരുപാട് ചെറിയ ക്യാരക്ടേഴ്സ്, 70കൾ 80കൾ 90കൾ മുതൽ ഇപ്പോൾ വരെയുള്ള ഒരുപാട് കാലഘട്ടങ്ങൾ. രണ്ട് സുഹൃത്തുക്കളുടെ കഥ അത് തന്നെ ഒരു സിനിമയ്ക്കുള്ളതുണ്ട് എന്നിരിക്കെ മുരളിയുടെ പ്രണയം, അതുപോലെ പഴയകാല ഡയറക്ടേഴ്സിനോടുള്ള പുതുതലമുറയുടെ പുച്ഛം, ഇതെല്ലാം കൂടെ തന്നെ സെപ്പറേറ്റ് ആയിട്ട് 2-3 സിനിമകൾക്കുള്ള സ്കോപ്പ് ഉണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുവന്ന് സ്ക്രിപ്റ്റിന്റെ ഫോക്കസ് എവിടെയോ നഷ്ടപ്പെട്ടു. സിനിമയല്ല ഗസലാണ് ഇഷ്ടമെന്ന് പറഞ്ഞിട്ട് പിന്നെ പാട്ടിന്റെ ഉടമസ്ഥാവകാശത്തിന് വേണ്ടിയുള്ള മനം മാറ്റം. ഒരു നിർമ്മാതാവ് പോകുന്നു, അതുപോലെ മറ്റൊരു നിർമ്മാതാവ് പിന്നെ വരുന്നു, അതും ഇടയ്ക്ക് മുടങ്ങുന്നു, വീണ്ടും പിന്നെയും പടം നടക്കുന്നു, അത് വൻ ഹിറ്റാകുന്നു. ഇതൊക്കെ നടക്കുമായിരിക്കും, എങ്കിലും കൺവിൻസ് ആക്കുക എന്ന കാര്യം മാത്രം അത്ര ഈസി ആയിട്ട് വന്നില്ല. കുറേയിടങ്ങളിൽ പടത്തിന്റെ മേക്കിങ്ങിലും ഒരു നാടകം ഫീൽ വന്നതും മേക്കപ്പും ആർട്ട് ഡിസൈനും ചിലയിടങ്ങളിലൊക്കെ ആ കാലഘട്ടത്തെ അടയാളപ്പെടുത്തുന്നതിൽ അത്ര വിജയിച്ചിട്ടില്ലാത്തതും പോരായ്മകളാണ്. കോടമ്പാക്കായിട്ട് കാണിച്ച സ്ഥലമൊന്നും അതൊരു സെറ്റ് എന്നതിനപ്പുറം ആ സ്ഥലത്തെത്തിയ പ്രതീതിയൊന്നും നൽകിയില്ല. മേക്കപ്പും കോസ്റ്റ്യൂംസും ചിലയിടങ്ങളിലൊക്കെ ഓവറായിട്ട് തോന്നി. ഇപ്പൊ പ്രണവിന്റെയും കല്യാണിയുടെയും പ്രായമായ ഗെറ്റപ്പ് ബോറായിരുന്നു എന്ന് തന്നെ പറയാം. സിനിമയുടെ ലെങ്തും ചിലപ്പോൾ വിനയാകുന്നുണ്ട്. ചിലയിടങ്ങളിലൊക്കെ ഫീൽ ഗുഡിന് വേണ്ടി കുറച്ചധികം ഫീൽ ഗുഡ്നെസ് കൂട്ടിച്ചേർത്തത് പോലെയും തോന്നി. കൂടാതെ പ്ലോട്ടും സ്ക്രിപ്റ്റും അത്ര വലിയ പുതുമയുള്ളതൊന്നും അല്ല. സത്യത്തിൽ നമുക്കറിയാവുന്ന കഥയാണ്. സോ പേര് പോലെ വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു പടം കണ്ട പ്രതീതി നൽകി. ചുരുക്കത്തിൽ കുറേയധികം നല്ല മൂമെന്റ്സ് ഉള്ള, ചില ടച്ചിങ് ഇമോഷണൽ സീൻസ് ഉള്ള, നിവിൻ പോളിയുടെ കുറച്ച് നല്ല പോർഷൻസ് ഒക്കെ ഉള്ള, അതുപോലെ ക്ലൈമാക്സിലെ ആ ഒരു
തിരുത്തിക്കുറിക്കലുണ്ടല്ലോ, ക്ലീഷയായിട്ട് പോകാമായിരുന്നതിൽ നിന്നും ജസ്റ്റ് ഒരു തകിടം മറിച്ചിൽ, അതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിലും അതുപോലെ തന്നെ ഹൃദയത്തേക്കാൾ ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നിയെങ്കിലും ഒരു കംപ്ലീറ്റ് സാറ്റിസ്ഫാക്ഷൻ തരാത്ത പടമാണ് വർഷങ്ങൾക്ക് ശേഷം. ഞാനിതിന് 3/5 റേറ്റിംഗ് നൽകും. ഇത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ മാത്രമാണ്. എൻ്റെ അഭിപ്രായത്തിൽ വിനീത് ശ്രീനിവാസൻ ഈ ഫീൽ ഗുഡ് സംഭവം സ്ഥിരമായിട്ട് ചെയ്യാതെ ട്രാക്ക് ഒന്ന് മാറ്റി പിടിച്ചാൽ നന്നായിരിക്കും എന്ന് തോന്നുന്നു. ഇപ്പോൾ തിര പോലെ നല്ല സ്റ്റൈലിഷ് ആക്ഷൻ ത്രില്ലറൊക്കെ ഒരുക്കിയ ഡയറക്ടറാണ്. നല്ല ഹ്യൂമർ സെൻസ് ഉള്ള, നന്നായിട്ട് എഴുതുന്ന റൈറ്റർ കൂടിയാണ്. അപ്പോൾ വിനീത് ശ്രീനിവാസിൽ നിന്നും കൂടുതൽ മികച്ച സിനിമകളാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ഒരു പടം ഉണ്ടാകുന്നത് ഇനിയും വർഷങ്ങൾക്ക് ശേഷമാകില്ല എന്ന് പ്രതീക്ഷിക്കാം.